തണ്ണിമത്തന്റെ രണ്ടാമത്തെ വെറൈറ്റി വിത്ത് പാകാൻ പോവുകയാണ്. ആദ്യത്തെ വിത്ത് പാകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ടോടെ കാണിച്ചു തരാം. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൈ താണ്ട ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 ഇലയും കൂടെ എത്തിയതിന് ശേഷം ആദ്യത്തെ വളപ്രയോഗം ചെയ്യാവുന്നതാണ്. തണ്ണിമത്തനെ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നല്ല രീതിയിൽ നമ്മൾ നന കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത്തെ വെറൈറ്റി N2214 എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് നടാൻ പോകുന്നത്, വിത്ത് പാകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം വലിപ്പമുള്ള കായ്കളല്ല ഉണ്ടാകുന്നത്. ഒരു ഫുട്ബോളിന്റെ വലിപ്പത്തിലുള്ള കായ്കളെ ഉണ്ടാകത്തുള്ളൂ. ഉണ്ടാകുന്ന കായ്കൾ നല്ല മധുരമുള്ള കായ്കളായിരിക്കും ഇതിലുണ്ടാകുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി അല്ല. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്ത് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഇളം പച്ച കളറിൽ കടും പച്ച സ്ട്രിപ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് പാകാൻ പോവുകയാണ്. ഏകദേശം ഒരു 2 അടിയോളമുള്ള കുഴി എടുത്ത് അത് അടിവളമിട്ട് മൂടിയതിന് ശേഷമാണ് വിത്ത് പാകുന്നത്. ഇതാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ ഒരു കുഴി എടുക്കുന്നത് എന്ന് എന്നോട് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ, ഞാൻ കരയിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വേര് ഓടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ചെടി നന്നായിട്ട് വളരത്തുള്ളൂ. അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഡോളോമേറ്റ് ചേർത്ത് ഇളക്കിയിട്ടിരുന്ന മണ്ണാണ്. അതിനകത്ത് അടിവളം ചേർത്ത് ഇളക്കി അതിലേക്ക് നമ്മൾ വിത്ത് പാകുകയാണ്. മേൽമണ്ണ് അല്പം മാറ്റിയ ശേഷം നമുക്ക് വിത്ത് വെച്ച് മണ്ണ് മൂടാവുന്നതാണ്. ഒരു 10 ദിവസം ആകുമ്പോഴേക്കും ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സീഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാറ്റലോഗ് ഉണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് സീഡുകൾ വാങ്ങിക്കാവുന്നതാണ്.